ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ മടിക്കുന്നത് പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതോ നിങ്ങൾക്ക് ശരിക്കും അർഹിക്കുന്നതൊന്നും കിട്ടുന്നില്ലെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ഒന്നിനും കൊള്ളില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലെന്നോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ എല്ലാ മനസ്സിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. ഇതൊരു സാധാരണ കാര്യമാണ്. ഈ തോന്നലുകളും സംശയങ്ങളുമെല്ലാം മാറ്റിമറിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വിദ്യയുണ്ട്. അതിൻ്റെ പേരാണ് ലോ ഓഫ് അബണ്ടൻസ് അഥവാ സമൃദ്ധിയുടെ നിയമം. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന്. എന്നാൽ അതിനേക്കാൾ അപ്പുറമാണ് ഈ സമൃദ്ധിയുടെ നിയമം. ഈ നിയമം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കുകയും ചെയ്താൽ ഇല്ലായ്മയെയും ദാരിദ്ര്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി എന്നേക്കുമായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം വരും. ഈ വീഡിയോയിൽ നമ്മൾ പ്രപഞ്ച നിയമങ്ങളിൽ അത്രയധികം അറിയപ്പെടാത്ത 12 നിയമങ്ങളിൽ ഒന്നായ ലോ ഓഫ് അബണ്ടൻസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ഇതെന്താണെന്നും ഇതിന്റെ പിന്നിലുള്ള സയൻസും ഏറ്റവും പ്രധാനമായി എങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ചുറ്റും സന്തോഷവും ഐശ്വര്യവും സ്നേഹവും സമാധാനവും കൊണ്ടുവരാമെന്നും നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. എന്താണ് ഈ സമൃദ്ധിയുടെ നിയമം, അതായത് ലോ ഓഫ് അബണ്ടൻസ്? നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഈ ലോകത്തിലെ വിഭവങ്ങളെല്ലാം വളരെ പരിമിതമാണെന്നാണ്. അതായത് നമുക്ക് കിട്ടാനുള്ളതെല്ലാം എണ്ണപ്പെട്ടതാണെന്ന്. പക്ഷേ ഈ ലോ ഓഫ് അബണ്ടൻസ് പറയുന്നത് നേരെ തിരിച്ചാണ്. ഈ ലോ ഓഫ് അബണ്ടൻസ് പറയുന്നത് ഈ യൂണിവേഴ്സിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സമ്പത്തും ഐശ്വര്യവും സന്തോഷവും എല്ലാവർക്കുമായിട്ട് ലഭ്യമാണ് എന്നതാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാം ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ധനം, അവസരങ്ങൾ, സ്നേഹം ഇതെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് വെറുതെ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ വലിയ വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ മാത്രമല്ല. സമൃദ്ധി എന്നത് നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ്. അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതായത് ഒരു മൈൻഡ് സെറ്റ് ആണ്. ഈ പ്രപഞ്ചത്തിൽ അനന്തമായ സാധ്യതകൾ ഉണ്ടെന്നും നമുക്ക് എന്തും നേടാൻ കഴിയുമെന്നും തിരിച്ചറിയുന്ന ഒരു മനോഭാവമാണിത്. നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നുവോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെയാണിത്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷനേക്കാൾ ഒരുപാട് വലിയൊരു കാര്യമാണ് ലോ ഓഫ് അബണ്ടൻസ്. നമ്മളെപ്പോഴും എനിക്കിതിന് കഴിയില്ല, എനിക്ക് പണമില്ല, എനിക്ക് സമയമില്ല, ഇതൊന്നും എനിക്ക് കിട്ടില്ല എന്നിങ്ങനെയുള്ള കുറവുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ആ കുറവുകൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളൊരു പാത്രം കാലിയാണെന്ന് വിശ്വസിച്ചാൽ അത് കാലിയായി തന്നെ ഇരിക്കും. എന്നാൽ ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസും റിസോഴ്സസും വെൽത്തും നമ്മുടെ അടുത്തേക്ക് എഫേർട്ട്ലെസ് ആയിട്ട്, അതായത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വരുന്നതായിട്ട് കാണാം. ലളിതമായി പറഞ്ഞാൽ സമൃദ്ധി എന്ന് പറയുന്നത് വെറുതെ പണമോ സ്വർണമോ വലിയ വീടോ കാറോ ഒന്നുമല്ല. അത് അതിനും അപ്പുറമാണ്. സ്നേഹം, ആരോഗ്യം, സന്തോഷം, മനോഹരമായ ബന്ധങ്ങൾ, പുതിയ അവസരങ്ങൾ, ഇവയെല്ലാം സമൃദ്ധിയുടെ ഭാഗമാണ്. ജീവിതത്തിൽ വളരാനും വിജയിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള അനന്തമായ അവസരങ്ങൾ ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് ഈ സമൃദ്ധി. ഈ നിയമം അനുസരിച്ച് പ്രപഞ്ചം ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാനുള്ള പുതിയ പുതിയ വഴികളും അവസരങ്ങളും പ്രപഞ്ചം ഓരോ ദിവസവും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളത് കാണാൻ പഠിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ലോ ഓഫ് അബണ്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉയർത്താനും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും സഹായിക്കുന്ന ചില പ്രാക്ടീസുകളാണ് ഞാനിവിടെ പറയുന്നത്. ഇത് വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതിലൊന്നാമത്തേതാണ് നിങ്ങളുടെ ചിന്തകൾ നിരീക്ഷിക്കുക. ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറാൻ പഠിക്കുക. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോ ചിന്തകളെയും ശ്രദ്ധിക്കാൻ തുടങ്ങുക. രാവിലെ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകാറുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്?
നിങ്ങളുടെ ചിന്തകൾ എന്തിനെക്കുറിച്ചാണ്? എനിക്കിതില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കുറവുണ്ടല്ലോ, എനിക്കതിന് കഴിയില്ലല്ലോ എന്നൊക്കെയാണോ നിങ്ങൾ കൂടുതലും ചിന്തിക്കുന്നത്? അതോ എനിക്ക് ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ, എനിക്ക് ഒരുപാട് സാധ്യതകളുണ്ടല്ലോ എന്നാണോ? നിങ്ങളുടെ ശ്രദ്ധ ഇല്ലായ്മയിൽ നിന്നും സമൃദ്ധിയിലേക്ക് മാറ്റാനുള്ള ഒരു ലളിതമായ എന്നാൽ വളരെ ശക്തമായ ഒരു വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള 3 കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് ശീലമാക്കാം. ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ നല്ല ഭക്ഷണം കഴിച്ചു, അതിന് നന്ദി. എനിക്ക് നല്ലൊരു വീടുണ്ട്, അതിന് നന്ദി. എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, അതിന് നന്ദി എന്നൊക്കെ. ഈ ലളിതമായ ശീലം നിങ്ങളുടെ മനസ്സിനെ നല്ല കാര്യങ്ങൾ കണ്ടെത്താൻ പരിശീലിപ്പിക്കും. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധിയുടെ ഒരു അന്തരീക്ഷം നിങ്ങൾ തന്നെ സൃഷ്ടിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി നൽകും. രണ്ടാമത്തേതാണ് ഉദാരമായിട്ട് നൽകുക. കൊടുക്കുന്തോറും കൂടുന്ന സമൃദ്ധി. നിങ്ങളുടെ സമയമായാലും അറിവായാലും പണമായാലും അല്ലെങ്കിൽ ഒരു പുഞ്ചിരി ആയാലും മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അബണ്ടൻസിന്റെ ഒരു ഫ്ലോ ഉണ്ടാകുന്നു. നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ആവശ്യത്തിലധികം ലഭ്യമാണ് എന്ന വിശ്വാസം നിങ്ങൾ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ നൽകുന്നത് 1 രൂപയായാലും 1 മണിക്കൂർ സമയമായാലും ഒരു ചെറിയ സഹായമായാലും അത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തിൻ്റെയും ഇല്ലായ്മയുടെയും ചിന്തകളെ തകർക്കും. നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങളിൽ വളരും. ഇത് ഒരുതരം ഊർജ പ്രവാഹമാണ്. നിങ്ങളൊരു വിത്ത് നടുമ്പോൾ അത് വളർന്ന് ഒരുപാട് ഫലങ്ങൾ നൽകുന്നത് പോലെയാണിത്. മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് തന്നെയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഇനി 3-ാമത്തേതാണ് നിങ്ങളുടെ സമൃദ്ധി ദൃശ്യവൽക്കരിക്കുക. സ്വപ്നങ്ങൾക്ക് നിറം നൽകുക. അതായത് നിങ്ങളുടെ അബണ്ടൻസിനെ വിഷ്വലൈസ് ചെയ്യുക എന്നത്. വിഷ്വലൈസേഷൻ ഒരു പവർഫുൾ ടൂളാണ്. ഇത് നമ്മുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ്. എല്ലാ ദിവസവും കുറച്ച് മിനിറ്റുകൾ കണ്ണടച്ച് നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതായും സ്നേഹത്താലും സന്തോഷത്താലും ഐശ്വര്യത്താലും ചുറ്റപ്പെട്ടതായും മനസ്സിൽ കാണുക. ഈ പ്രാക്ടീസ് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ എനർജിയെ അബണ്ടൻസിന്റെ ഫ്രീക്വൻസിയുമായിട്ട് അലൈൻ ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളൊരു റേഡിയോ പോലെയാണ്. നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുന്നുവോ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിച്ചതായി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതായി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ ഉള്ളതായിട്ട് സങ്കല്പിക്കുക. ഇത് വെറും ഭാവനയല്ല. ഈ പ്രവൃത്തി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഊർജത്തെ സമൃദ്ധിയുടെ ആ ഒരു തരംഗങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ ഊർജം നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിനെ ആകർഷിക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയെ ഉയർത്താൻ സഹായിക്കുന്ന ചില ലളിതമായ 3 വഴികളാണ് ഞാൻ പറഞ്ഞത്. അതിൽ 1-ാമത്തേത് നിങ്ങളുടെ ചിന്തകൾ നിരീക്ഷിക്കുക എന്നതാണ്. 2-ാമത്തേത് ഉദാരമായി നൽകുക. 3-ാമത്തേത് നിങ്ങളുടെ സമൃദ്ധി വിഷ്വലൈസ് ചെയ്യുക. ഇനി ഈ ലോ ഓഫ് അബണ്ടൻസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ യൂണിവേഴ്സ് അനന്തമായ സാധ്യതകളാൽ നിറഞ്ഞതാണ് എന്നതാണ്. ഒരു വലിയ സമുദ്രം പോലെയാണത്. അതിൽ നിന്നും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല. നമുക്ക് ലഭിക്കാനുള്ളതെല്ലാം ഇവിടെ ആവശ്യത്തിലധികമുണ്ട്. നമ്മുടെ ചിന്താഗതി ഇല്ലായ്മകളിൽ നിന്നും സമൃദ്ധിയിലേക്ക് മാറ്റുന്നതിലൂടെയും എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കുന്നതിലൂടെയും ഉദാരമായി നൽകുന്നതിലൂടെയും നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ സ്വയം തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, സമൃദ്ധി എന്നത് ഒരു അവസ്ഥയാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ചിന്തകളും തിരിക്കാൻ കാത്തിരിക്കുകയാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുമ്പോൾ 1 നിമിഷം നിർത്തി ഒരു ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് സ്വയം ഓർമ്മിപ്പിക്കുക, ഈ പ്രപഞ്ചം സമൃദ്ധമാണ്. അതിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ അർഹനാണ്.
ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. അതുകൊണ്ട് ഒരു സമൃദ്ധി മനോഭാവത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതം സന്തോഷത്താലും സ്നേഹത്താലും ഐശ്വര്യത്താലും നിറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഇപ്പോൾ ആ ശക്തിയെ ഏറ്റെടുക്കാനും സമൃദ്ധിയുടെ നിയമത്തെ അതിൻ്റെ മാന്ത്രികത പ്രവർത്തിപ്പിക്കാനും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്